ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്നൊരു പുതിയ ഡ്രാമയാണ് കാണാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇതൊരു ഡിഫറെന്റ് ആയ ഡ്രാമ കൂടിയാണ്. എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ കഥയിലെ ഹീറോയ്ക്ക് ഒരു വ്യത്യാസമായ അസുഖമുണ്ട്. അതായത് മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ. അന്യൻ മൂവിയിലെ വിക്രം വരില്ലേ, അതേപോലെ നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അസുഖമുള്ള പോലെ നമ്മുടെ ഹീറോയിനും ഒരു അസുഖമുണ്ട്. അതെന്താന്ന് നോക്കിയാല് അവളുടെ ദേഹത്ത് ഒരു ആൺകുട്ടി കൈവച്ചാല് അവൾക്ക് വളരെ ദേഷ്യം വരും. പിന്നെ അവൾ ആരായാലും, മുന്നിൽ നിൽക്കുന്നത് ആരായാലും അവൾ കരണം നോക്കി ഒന്ന് കൊടുക്കും. ഇങ്ങനെയുള്ളപ്പോ എങ്ങനെയാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും കണ്ടുമുട്ടുന്നത്, അവരെങ്ങനെയാണ് പ്രണയത്തിലാകുന്നത് എന്നൊക്കെയാണ് കണ്ടറിയാൻ പോകുന്നത്. സോ വേഗം തന്നെ നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിറയെ പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ട് വേണം ദിവസങ്ങൾ ഓടിക്കാൻ. ഇപ്പോ പോലും എങ്ങനെയെങ്കിലും ടൈമിന് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവള് പാഞ്ഞോടി വരുമ്പോ പെട്ടെന്ന് കാൽ തട്ടി വീഴാനായിട്ട് പോകുവാണ്. അതും ഒരു ചെക്കന്റെ മേലേക്ക് വീഴാൻ പോയതും അവൻ കറക്റ്റ് ആയിട്ട് പിടിച്ച് രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചാണെന്ന് മാത്രം. ഇപ്പോ ഹീറോയിനെ കാണിച്ചാല് അവളുടെ മുഖമൊക്കെ മാറുന്നുണ്ട്, ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാരണം ഹീറോയിന് ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അവളുടെ ദേഹത്ത് ആൺപിള്ളേർ കൈവച്ചാൽ അവൾക്ക് ദേഷ്യം വരും. ഈ പയ്യനാണ് നമ്മുടെ ഹീറോ. അപ്പൊ ഹീറോ അതേസമയം ഹീറോയിനെ നോക്കി, എന്തായത് നിനക്ക് മുഖത്ത് കണ്ണില്ലേ, മാനത്ത് നോക്കിയാണോ നടക്കുന്നേ, നിനക്ക് നേരെ നോക്കി നടക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആയതും ഇവൾ അതിലേറെ ടെൻഷനായി അവന്റെ മുഖം നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഓടിക്കളയും. അത് കഴിഞ്ഞ് ഇവളുടെ ഈ പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അവളുടെ ഫ്രണ്ട്സുമായി സംസാരിച്ചുകൊണ്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹീറോയിൻ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ട് അവളുടെ ഫ്രണ്ട് ഒരുത്തി, എന്തിനാ നീ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം അവളുടെ അടുത്തിരിക്കുന്ന ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരുത്തൻ, ഇവന്റെ പേര് ജുൻ എന്നാണ്. അവൻ പറയാണ്, ആക്ച്വലി ഇവൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഇവളുടെ സ്കിന്നിലെ ഏതെങ്കിലും ചെക്കന്മാരുടെ കൈ തൊട്ടാലുണ്ടല്ലോ, അത്രേ ഉള്ളൂ, ഇവള് പേടിച്ചിട്ട് അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുമെന്ന് പറഞ്ഞതും ആ പെൺകുട്ടി, ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാണ്. ഉടനെ അവൻ, അതായത് നോക്ക്, ഇപ്പൊ ഞാൻ ഇവളുടെ മേലെ കൈവച്ചില്ലേ, പക്ഷെ അവൾക്ക് പേടിയോ ദേഷ്യമോ ഒന്നും വരുന്നില്ലല്ലോ, കാരണം ഞാൻ ഇവളുടെ സ്കിന്നിൽ കൈവച്ചിട്ടില്ല, ഡ്രസ്സിന് മേലെയാണ് കൈവച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്റെ ഈ കൈയെടുത്ത് അവളുടെ ദേഹത്തേക്ക് വെച്ചാല് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞ് കൈവച്ചതും നമ്മുടെ ഹീറോയിൻ അത് അവളുടെ ഫ്രണ്ട് ആണെന്ന് പോലും നോക്കാതെ അവന്റെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ കിളിയൊക്കെ പറന്നുപോയി. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോടി, ഇതാണ് ഇവളുടെ പ്രശ്നം എന്ന് പറയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇവൻ അടി കിട്ടിയത് പോലും മൈൻഡ് ആക്കാതെ, സൂപ്പർ അടി, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഹാൻസം ആയ ഒരു പയ്യന്റെ മേലെയല്ലേ മുട്ടിയിരിക്കുന്നത്, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും ലവ് വരാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതും, ഒന്ന് പോടി, എനിക്ക് പാർട്ട് ടൈം വർക്കിന് ടൈമായി, ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. ഇപ്പോ നമ്മുടെ ഹീറോയിൻ എവിടേക്കാ വരുന്നതെന്ന് നോക്കിയാൽ ഒരു ആർട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. ആ ആർട്ട് ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും വരയ്ക്കാൻ വേണ്ടി ഒരു മോഡലായിട്ടാണ് നമ്മുടെ ഹീറോയിൻ ഇരിക്കാൻ പോകുന്നത്. സോ ഈ സമയത്ത് ഒരു പയ്യൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്താല് ഞങ്ങളെ കൊണ്ട് ശരിയായി വരയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ മേലെ ധരിച്ചിരിക്കുന്ന കോട്ട് ഊരി മാറ്റണമെന്ന് പറഞ്ഞതും ഇത് കേട്ടതും ഹീറോയിൻ ചുറ്റും നോക്കുവാണ്. ആരടാ എന്റെ മേലുള്ള കോട്ട് കഴിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞ് നോക്കിയാൽ അത് വേറെ ആരും അല്ല, അത് നമ്മുടെ ഹീറോ ആയിരിക്കും. ഉടനെ ഹീറോയിൻ എന്ത് ഇവനോ എന്ന് ചോദിച്ച് ഷോക്ക് ആകുന്നുണ്ട്. അവൻ ഉടനെ, ഓ ഈ നാശം ഇവിടെയും വന്നതെന്ന പോലെ പെറുപെറുത്തിട്ടെ, നിങ്ങളുടെ കോട്ട് നിങ്ങൾ ഊരി മാറ്റണം, എന്നാലേ നിങ്ങളുടെ ഫുൾ സ്ട്രക്ചർ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ, എന്നാലേ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതും ഹീറോയിന് ടെൻഷൻ ആകുന്നുണ്ട്. ഊരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, നീ പോടെ എന്ന് ഹീറോയിൻ പറയുവാണ്. ഇവൻ ഇത് കേട്ടിട്ട്, ശരി ഊരാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒരു ഡ്രസ്സ് വെച്ചിരിക്കുന്നില്ലേ, അതിട്ടാലും മതിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയാല് അത് കുറച്ച് ഷേപ്പ് ആയിട്ട് ഇരിക്കുന്ന ഡ്രസ്സായിരിക്കും. ഇതും കൂടി കണ്ടപ്പോ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ, ഞാൻ നിന്റെ മേലെ ഒന്ന് ഇടിക്കാൻ പോയതിന് നീ എന്നോട് റിവെഞ്ച് എടുക്കുവാണോ, നിന്റെ ഉദ്ദേശം എന്താന്ന് ഹീറോയിൻ ചോദിച്ചതും, ഹലോ എക്സ്ക്യൂസ് മീ, കുറച്ച് മര്യാദയോടെ സംസാരിക്കണം, ഞാൻ അതുകൊണ്ടല്ല ഇപ്പൊ സംസാരിക്കുന്നേ, മനസ്സിലായോ എന്ന് ചോദിച്ച് അവനും ഹീറോയിനോട് തല്ലു പിടിക്കാനായിട്ട് പോകുവാണ്. ഉടനെ അവന്റെ സാറ് വന്ന്, ഡാ തല്ലു പിടിക്കാതെ ഒന്ന് നിർത്തിടാ, ചുമ്മാ വളവളാന്ന് സംസാരിക്കാതെ എന്ന് പറഞ്ഞ് അവര് ടെൻഷൻ ആകുന്നുണ്ട്. ഇപ്പോ ഹീറോയിനും, ശരി നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇപ്പൊ ഈ കോട്ട് ഊരണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ചെയ്യാം, പക്ഷെ ഇങ്ങനെയൊക്കെ മോഡൽ പോസ് ചെയ്യുന്നതിന് എനിക്ക് പേയ്മെന്റ് കൂടുതലായിട്ട് വേണമെന്ന് പറയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു 20,000 രൂപ തന്നാൽ ഞാൻ ചെയ്യാമെന്ന് അവള് പറഞ്ഞതും ഇത് കേട്ട് ഹീറോ ഷോക്ക് ആകുന്നുണ്ട്. എന്ത് 20,000 രൂപയൊന്നും, എന്നാ ശരി സാരമില്ല, കുറച്ചിട്ട് തന്നാലും മതി എന്ന് അവള് പറഞ്ഞതും ഉടനെ ഹീറോ അവന്റെ ഫോൺ എടുത്ത് അവൾക്ക് ജിപേയിൽ ഒരു 20 രൂപ അയച്ചു കൊടുക്കുവാണ്. ഇത് കണ്ട് ഇവള് ടെൻഷനായി, എന്ത് 20,000 രൂപ ചോദിച്ചാല് 20 രൂപയാണ് അയച്ചു തരുന്നത്, നീ എന്താ എന്നെ പൊട്ടിയാക്കണമെന്ന് ചോദിച്ചാല് നീയല്ലേ പറഞ്ഞത് എത്രയായിരുന്നാലും സാരമില്ല കുറച്ചിട്ട് തന്നാ മതിയെന്ന്, പിന്നെ നീ എന്താ ഡയലോഗ് അടിക്കുന്നേ, ചെന്ന് നിന്റെ പണി നോക്കാൻ പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് പിടിക്കുവാണ്. അത്രേ ഉള്ളൂ. ഹീറോയിൻ നല്ല ടെൻഷൻ ആകുന്നുണ്ട്, അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ ചേഞ്ച്
ആയി വരുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ അവന്റെ കരണം പുകച്ച് അവൾ ഒരൊറ്റൊരെണ്ണം കൊടുക്കുവാണ്. പക്ഷെ അടി കിട്ടിയ നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്ന പോലെ ആകുന്നുണ്ട്. അവൻ നെഞ്ചത്ത് കൈവച്ച് ഒരുമാതിരിയായിട്ട് നിൽക്കുവാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ഷോക്ക് ആകുന്നുണ്ട്. ഞാൻ അവനെ പതിയല്ലേ തല്ലിയുള്ളൂ, പിന്നെ എങ്ങനെ അവന് നെഞ്ചുവേദന വരണേന്ന് പറഞ്ഞിട്ട് അവള് പ്രശ്നം വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. അവൾ അടുത്തത് അവളുടെ അടുത്ത പാർട്ട് ടൈം ജോബിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ അവൾ ഒരു ഡോളിന്റെ ഡ്രസ് ഇട്ട് ഡാൻസ് കളിക്കണം. അതേപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹീറോയിന്റെ മനസ്സിൽ ഫുള്ളും ഹീറോയെ കുറിച്ചുള്ള ചിന്തയാണ്. കാരണം അവള് കാരണം അവന് നെഞ്ചുവേദന വന്നല്ലോ, അവർക്ക് എന്തായി കാണുമോ ഇല്ലയോ എന്ന് അവൾക്ക് ടെൻഷൻ ആകാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു കുരുത്തം കെട്ട പയ്യൻ ഓടി വന്നിട്ട് ഹീറോയിന്റെ വയറ്റില് തല വെച്ച് ഇടിക്കുന്നുണ്ട്. ഉടനെ ഹീറോയിനും ടെൻഷനായി. എന്റെ പൊന്നു മോനെ, ഉള്ള പ്രശ്നങ്ങളെല്ലാം എന്റെ തലയിലാണ്, ഇനി നീ കൂടി പുതിയതായിട്ട് തരല്ലേ എന്ന് പറഞ്ഞ് സോഫ്റ്റ് ആയിട്ടാണ് അവള് സംസാരിക്കുന്നത്. പക്ഷെ ആ കുരിപ്പ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് പെട്ടെന്ന് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുവാണ്. അമ്മ എന്നെ ഈ ചേച്ചി അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മ എവിടെ നിന്ന് ഓടി വന്ന് നീ എന്റെ മോനെ അടിച്ചോ എന്ന് ചോദിച്ച് ടെൻഷനായിട്ട് ഹീറോയിനെ പിടിച്ച് തള്ളാനായിട്ട് വരുവാണ്. അവള് താഴെ വീഴാനായിട്ട് പോകുമ്പോഴേക്കും ഒരു പയ്യൻ വന്ന് അവളെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അത് വേറെ ആരും അല്ലാതെ നമ്മുടെ ഹീറോ ആയിരിക്കും. അവളോട് രക്ഷിക്കുക മാത്രമല്ല, അവളോട് തല്ല് പിടിച്ച ആ ലേഡി ഉണ്ടല്ലോ, ആക്ച്വലി ആ ലേഡിയാണ് ഹീറോയിന്റെ ബോസ്. ആ കുരുത്തം കെട്ട ചെക്കൻ അവരുടെ മകനും. ഇത് നോക്ക്, നിങ്ങൾ അവൾക്ക് ശമ്പളം കൊടുക്കുന്നെന്ന് കരുതി ഈ പെൺകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യാനൊന്നും പാടില്ല. നിങ്ങളെയും വേണ്ട, നിങ്ങളുടെ ജോലിയും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നിൽക്കുവാണ് ഹീറോ. പക്ഷെ ഹീറോയിൻ, എന്താണ് നീ പറയുന്നേ, എന്നെ കൈവിട്. ഇത് നോക്കൂ മാഡം, എനിക്ക് ഈ ജോലി വേണം, എനിക്ക് നിങ്ങൾ തരുന്ന ശമ്പളവും വേണം, പ്ലീസ് എന്നെ പിരിച്ചു വിടല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഹീറോ, നിനക്ക് എന്താ വേണ്ടത്, ജോലിയല്ലേ വേണ്ടത്, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുവന്ന് കാറിൽ ഇരുത്തുവാണ്. അപ്പോ ഹീറോയിന് അവനെ നോക്കി, ശരി, എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി, കാലത്ത് ഞാൻ നിന്നെ അടിച്ചതിന് എന്നെ നീ റിവേഞ്ച് ചെയ്യാൻ വേണ്ടിയല്ലേ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ, നിനക്ക് എന്നോട് റിവേഞ്ച് ചെയ്യണമല്ലോ എന്ന് ചോദിച്ചതും ഹീറോ കൺഫ്യൂസ്ഡ് ആയി ചോദിക്കുവാണ്. കാലത്തോ, കാലത്തങ്ങനെ എന്താ ഉണ്ടായതെന്ന് നിനക്ക് ഓർമ്മയില്ലേ, കാലത്ത് ഞാൻ നിന്നെ അറിയാതെ ഒന്ന് അടിച്ചു പോയതാണ്. ശരി, അത് വിട്, എന്തോ എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞല്ലേ, അതെന്താന്ന് ചോദിച്ചാല് അതെ, അത് ഞാനൊരു പെയിന്ററാണ്. സോ എനിക്കൊരു മോഡലിനെ ആവശ്യമുണ്ട്, നീ എനിക്ക് മോഡലായിട്ട് വന്ന് നിൽക്കണം, ഞാൻ നിന്നെ നോക്കി വരച്ചോളാം എന്ന് ചോദിച്ചതും ശരി ഓക്കെ, പക്ഷെ നീ എനിക്ക് നിറയെ പേയ്മെന്റ് തരണമെന്ന് അവള് പറയുവാണ്. ഓക്കെ തരാം, പണത്തിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകണ്ട, നിനക്ക് ഞാൻ 50,000 രൂപ തരാം, വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഇത് കേട്ടത് ഇവള് ഷോക്ക് ആകുന്നുണ്ട്, കൂടെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ഇവൻ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നേ, അപ്പൊ അങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞ് എന്തായാലും ക്യാഷ് തരാമെന്ന് പറഞ്ഞല്ലോ, അവളും അവന്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ മോഡലായിട്ട് വന്ന് നിന്നതും ഇവളുടനെ കോട്ടൂരി മാറ്റാനായിട്ട് നിൽക്കുവാണ്. ഇത് കണ്ട് ഹീറോ, ഹേയ് നീ എന്താ ചെയ്യുന്നേ, കോട്ടൂരി മാറ്റൊന്നും വേണ്ട, നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലെ പോസ് കൊടുത്താൽ മതി, ഞാൻ അത് നോക്കി വരച്ചോളാം എന്ന് പറയും. ഇവൾക്ക് അതിലേറെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. എന്താ ഇവൻ കാലത്തൊരു മാതിരി സംസാരിക്കുന്നു, ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നു, ആരുടെ ഇവൻ എന്ന പോലെ അവള് ഡൗട്ട് ആയിട്ട് നോക്കുവാണ്. അപ്പോ ഹീറോയിനോട് ഒരു ബുക്ക് വായിക്കുന്ന പോലെ പോസ് ചെയ്യാനായിട്ട് പറയുവാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ ബുക്ക് തുറന്നാൽ അപ്പോഴേ ഉറക്കം വരും. നമ്മുടെ ഹീറോയിനും വല്ലാതെ ഉറക്കം വരുന്നുണ്ട്. അവൾ ഉറങ്ങി വീഴാനായിട്ട് പോയതും പെട്ടെന്ന് ഹീറോ വന്ന് ക്യാച്ച് പിടിക്കുന്നുണ്ട്. അപ്പോ ഹീറോയുടെ കൈ അവളുടെ മേലെ ടച്ച് ആകുന്നുണ്ട്. ഇതറിഞ്ഞ അടുത്ത സെക്കൻഡിൽ അവള് ചാടി എഴുന്നേറ്റ് എന്റെ മേലെയാണോടാ നീ കൈവെക്കുന്നതെന്ന് ചോദിച്ച് അവന്റെ കരണം നോക്കി ഒരൊറ്റ അടി. അടി കിട്ടിയതും ഇവന് ഭയങ്കരമായിട്ട് തലയൊക്കെ ചുറ്റാനായിട്ട് തുടങ്ങുന്നുണ്ട്, നെഞ്ചുവേദനയും വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് അവന്റെ ക്യാരക്ടറെ ചേഞ്ച് ആകുവാണ്. ഇത്ര നേരം നമ്മുടെ ഹീറോയിനോട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അവൻ ഇപ്പൊ പെട്ടെന്ന് റൂഡായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. അവൻ ടെൻഷനായി ഹീറോയിനെ നോക്കി, എടി നീ എന്തിനാടി ഇവിടേക്ക് വന്നത്, ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ വീട്ടിലേക്ക് കയറിയത്, ഇറങ്ങി പോടിയെന്ന് പറഞ്ഞിട്ട് അലറാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിൻ ഇത് കേട്ട്, എന്ത് നീയല്ലേ എന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചാല്, ഓ അപ്പൊ നിനക്ക് എന്നോട് തല്ല് പിടിക്കണം, നീ അതിനു വേണ്ടിയാ വന്നിരിക്കുന്നേ, മര്യാദയ്ക്ക് പുറത്തു പോകുന്ന നല്ലത്, എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആയതും, എടാ ദുഷ്ട, നിന്നെ വിശ്വസിച്ച് എന്റെ പാർട്ട് ടൈം ജോബ് ഞാൻ കളഞ്ഞിട്ടല്ലേ വന്നതെന്ന് ചോദിച്ച് അവളുടെ ജോലി പോയ ദേഷ്യത്തില് പിന്നെയും അവന്റെ മുഖം നോക്കി ഒരൊറ്റ അടി കൊടുക്കുവാണ്. പിന്നെ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാലോ. അവള് പോയ സമയത്ത് അവന് പിന്നെയും തലയും നെഞ്ചൊക്കെ വേദനിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവിടെ ഹീറോയിനാണെങ്കിൽ പാതിരാത്രി റോട്ടിലൂടെ അവനെ വിശ്വസിച്ച് കൂടെ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് പെറുപുറത്തോടെ നടന്നു വരുവാണ്. അതേസമയം അവിടെ 4-5 കുടിയന്മാര് ചെക്കന്മാര് നിൽക്കുന്നുണ്ട്. ഹീറോയിനെ കണ്ട ഉടനെ തന്നെ അവന്മാർ ഓടി വന്ന് അവളെ മോശമായിട്ട് പിടിക്കാനും തൊടാനൊക്കെ ശ്രമിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹീറോയിൻ വളരെയധികം പേടിച്ചു പോകുന്നുണ്ട്. അവള് രക്ഷപ്പെടാനായിട്ട് പോരാടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ഹീറോ ഒരു രക്ഷകനെ പോലെ പാഞ്ഞു വന്ന് എല്ലാത്തിനെ അടിച്ച് സൈഡ് ആക്കിയിട്ടിട്ട് ഹീറോയിനെ രക്ഷിക്കുവാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല.
ഇവൻ ആരട ഇവൻ പെട്ടെന്ന് നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നു, പെട്ടെന്ന് റൂഡാകുന്നു, ഇവൻ എന്ത് ശരിക്കും പ്രാന്താണോന്ന് ചോദിച്ചിട്ട് അവള് പേടിച്ചിട്ട് പെട്ടെന്ന് ഒരു ബസ്സിലേക്ക് ഓടിക്കേറുവാണ്. നമ്മുടെ ഹീറോയും വളരെ സ്നേഹത്തോടെ തന്നെ സംസാരിച്ചിട്ട് അവളുടെ പിന്നാലെ തന്നെ വന്ന് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഗുണ്ട പയ്യന്മാരുമായിട്ട് തല്ലിപ്പിടിച്ച് ഹീറോയ്ക്ക് ചെറിയ പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് മുഖത്ത്. ഇത് കണ്ടത് ഹീറോയിൻ ബാഗിൽ നിന്ന് മരുന്നെടുത്ത് ഇത് പുരട്ടിക്കോ എന്ന് പറഞ്ഞു കൊടുത്താല്, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ തല്ലുപിടിച്ചത്, നീ തന്നെ എനിക്ക് ഇട്ട് തന്നാൽ എന്താന്ന് അവൻ ചോദിച്ചതും അവളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് അവന്റെ മുറിവില് മരുന്നൊക്കെ വെച്ചു കൊടുത്തോണ്ടിരിക്കുവാണ്. ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ബസ് ഡ്രൈവർ ഒരു ബ്രേക്ക് ഇടുന്നത്. ഹീറോ നേരെ ചെന്ന് ഹീറോയിന് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇതോടെയാണ് ഈ പാർട്ടിയുടെ കഴിയുന്നത്. പുതിയ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഈ ഡ്രാമ ഇഷ്ടമായില്ല, പുതിയത് ചെയ്യണമെന്നാണെങ്കിൽ അതും ചെയ്യാം. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റു ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഡ്രാമയുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.